ഇരിക്കാൻ സാധിക്കുന്നവരെ ഇരിക്കുക, അല്ലാത്തവരെ ഒതുങ്ങി നിൽക്കുക. പെരുന്നാൾ സന്ദേശം നമുക്ക് തരുന്നത് ബഹുമാനപ്പെട്ട ജെയിംസ് എറണാട്ടച്ചനാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ഛ, ആന്റണിയച്ഛ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, വിശുദ്ധ ബലിയുടെ ആരംഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ആന്റണിയച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സഭയിൽ പന്തക്കുസ്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാൾ വളരെ ചെറുതാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തിരുസഭയുടെ ജന്മദിനം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ കത്തോലിക്ക സഭ ആരംഭിച്ച സുദിനമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുക. തീർച്ചയായിട്ടും ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും നിറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ഓരോ കത്തോലിക്കൻ്റെയും ജീവിതം അർത്ഥപൂർണമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്ന് ഈ കപ്പേലയുടെ ചുറ്റും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ നല്ലൊരു ആഘോഷത്തിൻ്റെ പ്രതീതിയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വക്കച്ചേട്ടൻ ഒരു മാസത്തോളമായിട്ട് ഇതിൻ്റെ പുറകെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ചത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ തിരുനാൾ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുവാനായിട്ട് സാധിക്കുക. വിശുദ്ധ ഗിവർഗീസിന്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അല്പം നേരത്തെ പറഞ്ഞ ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് രക്തസാക്ഷിത്വം വഹിച്ച ഒരു വിശുദ്ധനെയാണ് നമുക്ക് ഗിവർഗീസ് പുണ്യവാളനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഗിവർഗീസ് പുണ്യവാളനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയപ്പെടുന്ന ഒരു കാര്യം, വിജയം കൊണ്ടുവരുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഗിവർഗീസ് എന്നാണ് പരക്കെ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും അറിയപ്പെടുക. നമുക്കറിയാം, കേരള കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിലും അതുപോലെ തന്നെ മറ്റു മതസ്ഥരുടെ ഇടയിലുമൊക്കെ വിശുദ്ധ ഗിവർഗീസിനുള്ള പ്രാധാന്യം നമ്മൾക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. അത്രയ്ക്കേറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് നമ്മളും മറ്റു മതസ്ഥര് പോലും വിശുദ്ധ ഗിവർഗീസ് പുണ്യവാളന്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ആ പുണ്യവാളന്റെ സഹായം തേടുവാനൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇന്ന് ഞാനൊന്ന് എറണാകുളം പോയിട്ട് വരുന്ന വഴിക്ക് എടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലൂടെ ഒന്ന് കടന്നുപോയി. അവിടുത്തെ ആ ജനത്തിരക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്രമാത്രം ഭക്തിയും സ്നേഹവും നമുക്ക് ഓരോരുത്തർക്കും ആ വിശുദ്ധനോട് ഉണ്ട് എന്നുള്ളത്. വിശുദ്ധ ഗിവർഗീസിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യമേ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടി വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് എൻ്റെ പിറകിലിരിക്കുന്ന ആ ഒരു രൂപം തന്നെയാണ്. ഒരു കുതിരപ്പുറത്തിരുന്നു കൊണ്ട് പടയാളിയുടെ വേഷമണിഞ്ഞ് ഒരു തീ തുപ്പുന്ന വ്യാളിയെ കുത്തി കൊലപ്പെടുത്തുന്ന ഒരു വിശുദ്ധന്റെ ചിത്രമാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഗിവർഗീസ് പുണ്യവാളൻ അല്ലെങ്കിൽ സെന്റ് ജോർജ് പുണ്യവാളൻ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കൊണ്ടെത്തുക. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു, എന്തായിരിക്കാം ഈ വിശുദ്ധനെ നമ്മൾ ഈ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വിശുദ്ധനെ വാങ്ങിക്കുവാനായിട്ടൊരു കടയിൽ പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ചാവറേച്ചന് ഇരിപ്പുണ്ട്, വിശുദ്ധ ഗിവർഗീസ് പുണ്യവാളൻ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. 2 അടി ഉയരമുള്ള ഒരു സ്റ്റാച്ചു ആണ് എങ്കിൽ അതിൻ്റെ വിലയ്ക്ക് 2 ഇരട്ടി വ്യത്യാസമുണ്ട് ഗിവർഗീസ് പുണ്യവാളന്റെ സ്റ്റാച്ചു നമുക്ക് വാങ്ങണമെങ്കിൽ. അത് ആ പുണ്യവാളിന് കൂടുതൽ മഹത്വം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ആ പുണ്യവാളിനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുതിര ഉണ്ടാക്കണം, വ്യാളി ഉണ്ടാക്കണം, കുന്തം ഉണ്ടാക്കണം, മറ്റു പല കാര്യങ്ങളുമുണ്ട്. അപ്പം വിശുദ്ധന്മാർക്ക് എല്ലാവരും ഒരേ ശക്തിയാണ് എങ്കിലും ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ വിശുദ്ധന്റെ ഈ ചിത്രം എന്തുകൊണ്ടാണ് ഈ ചിത്രം എന്ന് ഞാൻ പലരോട് ചോദിച്ചപ്പോൾ ആർക്കും അതിന് കൃത്യമായിട്ടൊരു ഉത്തരം നൽകുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പുസ്തകം ഒന്ന് വായിച്ചു നോക്കി.
അതിൽ ആ വിശുദ്ധന്റെ ജീവചരിത്രം ചെറുതായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്. അതിപ്രകാരമായിരുന്നു: പലസ്തീനായ രാജ്യത്താണ് ഈ വിശുദ്ധൻ. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് ഈ വിശുദ്ധൻ ജനിക്കുക. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ വിശുദ്ധൻ സൈനിക സേവനത്തിനായിട്ട് പുറപ്പെട്ടു. വളരെ നല്ല രീതിയിൽ സൈനിക സേവനം ചെയ്തുകൊണ്ട് അടിക്കടി സ്ഥാനമാനങ്ങൾ, നല്ല ഉന്നതിയിലെത്തുവാനുള്ള സ്ഥാനമാനങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഡയോക്ലിഷ്യൻ ചക്രവർത്തി ക്രൈസ്തവർക്ക് എതിരെയുള്ള ഒരു മതപീഡനം ആരംഭിച്ചു. ആ മതപീഡനം ആരംഭിച്ചപ്പോൾ ഗീവർഗീസ് പുണ്യവാളൻ അതിനെ എതിർക്കുകയും യാതൊരു കാരണവശാല് മതപീഡനം നടത്തുവാനായിട്ട് ചക്രവർത്തിയെ അനുവദിക്കുകയില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഒരു രാജാവിന്റെ ശത്രു ആയിട്ട് മാറി അദ്ദേഹം. നമുക്കറിയാം, ഒരു രാജാവിന്റെ ശത്രുവായിട്ട് മാറുക എന്ന് പറയുന്നത് ജീവൻ ഹോമിക്കുക എന്നുള്ളത് കഴിഞ്ഞ് വേറെ ഒന്നുമല്ല. അദ്ദേഹം രാജാവിന്റെ ശത്രുവായി മാറുകയും രാജാവ് അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടച്ച് പീഡിപ്പിക്കുകയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊന്ന് അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മാറുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്ന് പറയുക. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ നമ്മൾ ഈ വ്യാളിയുടെ ചിത്രം എന്ന് പറയുന്നത് അതൊരു കഥയാണ്. ഒരു രാജ്യത്ത് ഒരു തീ തുപ്പുന്ന